തിരികെ എത്തുമ്പോൾ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം, ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏറെ മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ അടക്കം പ്രഖ്യാപിച്ച വളരെ വലിയ രീതിയിലുള്ള സജീവമായ പ്രചാരണ പരിപാടികളിലേക്കെല്ലാം എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും കടന്നിരുന്നതാണ്. അത്തരത്തിൽ വളരെ സജീവമായി പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാണ് ആ തീയതി എന്നുള്ള കാത്തിരിപ്പ് മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. കിരൺ ബാബു ചേരുന്നു. കിരൺ, എന്തായാലും നാളെ ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാർത്തയാണിത്? മറ്റു വിശദാംശങ്ങൾ. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം നാളെ 3 മണിക്ക് ഉണ്ടാവുമെന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. സാധാരണഗതിയിനേക്കാളും വൈകിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇത്തവണ വരുന്നത്. പക്ഷേ നാളെ 3 മണിക്ക് എന്നത് ഇന്ന് തന്നെ അറിയിപ്പ് നൽകിയിരിക്കുന്നു. സാധാരണഗതിയിൽ അതേ ദിവസം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിക്കുകയും ആ വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇന്ന് തന്നെ അറിയിപ്പ് നൽകിയിരിക്കുന്നു. നാളെ 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന്. എന്തായാലും രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് ഔദ്യോഗികമായി തന്നെ നീങ്ങുകയാണ്. ഇന്ന് നാളെ കൊണ്ട് തന്നെ രാജ്യത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. നാളെ വൈകുന്നേരം 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. 2 കമ്മീഷണർമാരും ഇന്ന് അധികാരമേറ്റു. ജ്ഞാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധുവുമാണ് 2 കമ്മീഷനിലെ 2 അംഗങ്ങൾ. ഒരംഗം രാജിവെക്കുകയും ഒരംഗത്തിന്റെ കാലാവധി കഴിയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ അടിയന്തരമായ യോഗം ചേർന്ന് 2 അംഗങ്ങളെ തീരുമാനിച്ചത്. ഈ 2 അംഗങ്ങൾ ജ്ഞാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റു. ഇന്ന് തന്നെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ യോഗം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. നാളെ വൈകുന്നേരം 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഇന്ത്യ ഔദ്യോഗികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനവും അതോടുകൂടി തന്നെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും. പിന്നീട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുവാനോ പുതിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെതായ വാഗ്ദാനങ്ങൾ നൽകുവാനോ കഴിയില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അതിന് മുന്നോടിയായിട്ടാവണം ായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 7 ഘട്ടങ്ങളായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതും സൂചന വരുന്നുണ്ട്. എന്നാണ് കേരളത്തിലേത് എന്നതടക്കം നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി അറിയാം. എന്തായാലും നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതുവരെ സാധാരണ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തലേ ദിവസം അറിയിക്കുന്ന പതിവില്ല. അന്ന് ഏതെങ്കിലും ഒരു ദിവസം രാവിലെ 10 മണിക്കോ 11 മണിക്കോ ആണ് സാധാരണഗതിയിൽ ഈ ഇത്തരം ഒരു വാർത്താ സമ്മേളനമുണ്ട് എന്ന അറിയിപ്പ് മാധ്യമങ്ങൾക്ക് നൽകുന്നത്. മാധ്യമങ്ങൾ സാധാരണഗതിയിൽ ഊഹിക്കുകയാണ് ഇന്ന് 11 മണിക്ക് അറിയിപ്പ് നൽകി കഴിഞ്ഞാൽ ഇന്ന് 3 മണിക്ക് വിളിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ആ ഊഹം തന്നെ തെറ്റിക്കാൻ വേണ്ടി പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനിടയിൽ 1-2 തെരഞ്ഞെടുപ്പ് വാർത്താ സമ്മേളനങ്ങൾ കൂടി വിളിക്കാറുണ്ട്. ആ സമയത്ത് മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇക്കുറി അങ്ങനെയൊന്നുമല്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരാൾ വിരമിക്കുകയും ഒരാൾ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച് പോവുകയും ചെയ്തിരുന്നു. ഈ ഒഴിവ് 2ഉം ഇന്നലെയാണ് നികത്തിയത്. പ്രതിപക്ഷത്ത് നിന്ന് അധീർ രഞ്ജൻ ചൗധരിയുടെ വിയോജിപ്പോടു കൂടിയാണ് ഈ 2 പേരുകളും അംഗീകരിച്ചത്. ഈ 2 പേരുകളും അംഗീകരിച്ചതിനെതിരെ ഹർജി അടക്കം സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. എന്തായാലും ഇന്ന് തന്നെ അവർ യോഗം ചേർന്ന് നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളാണ്, വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ നാളെ ഔദ്യോഗികമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. അതെ, കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലേക്ക് കടക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥി പട്ടിക അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു. ഇനി എന്താണ് തെരഞ്ഞെടുപ്പ് എന്നുള്ള ആ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മാത്രമായി കാത്തിരിക്കുകയായിരുന്നു പാർട്ടികളും. അതേസമയം തന്നെ രാജ്യം മുഴുവൻ അത്തരത്തിൽ മാത്രം നോക്കി കാണുകയായിരുന്നു. എന്തായാലും നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. 7 ഘട്ടങ്ങളിലായി ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരികയാണ്. എന്തായാലും കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ള വലിയ രാഷ്ട്രീയ ലക്ഷ്യം BJPക്ക് മുമ്പിലുണ്ട്. ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിക്കുകയാണ് എന്നുള്ള ഘട്ടം വരുമ്പോൾ നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ മറ്റ് പദ്ധതികൾ അടക്കം പ്രഖ്യാപിക്കുന്നതിനും അത്തരത്തിലുള്ള വിലക്കുകൾ കൂടി വരികയാണ്. അപ്പോൾ ഇന്ന് പത്തനംതിട്ടയിൽ മോദി എത്തുമ്പോൾ അദ്ദേഹം വലിയ
പദ്ധതികൾ ഒരുപക്ഷേ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടാകും. എന്നിരുന്നാൽ പോലും ഏത് തരത്തിൽ നോക്കിയാലും ഈ ഒരു തീയതി പ്രഖ്യാപനം നാളെ വരുമ്പോൾ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ടയിലെ പ്രസംഗം വളരെ വലിയ തരത്തിൽ നിർണായകമാകും എന്നുള്ളതിൽ സംശയമില്ല, അല്ലേ? തന്നെയാണ് ഏറ്റവും പ്രധാനം. ആര്യ, നാളെ 3 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാവുമെങ്കിൽ അപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം രാജ്യത്ത് നിലവിൽ വരും. അതിനുശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല. അത്തരം വാഗ്ദാനങ്ങൾ നൽകാനോ പദ്ധതികൾ പ്രഖ്യാപിക്കാനോ കഴിയില്ല. ഇന്നത്തെ പത്തനംതിട്ടയിലെ പൊതുചടങ്ങ് അതുകൊണ്ടുകൂടി സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ത്യ ആകെ ശ്രദ്ധിക്കുന്ന ഒരു ചടങ്ങായി അത് മാറും. പ്രധാനമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്താനുണ്ടെങ്കിൽ അത് നടത്താനുള്ള ഒരു അവസാന വേദി കൂടിയാവും ഒരുപക്ഷെ പത്തനംതിട്ടയിലേത്. അല്ലെങ്കിൽ നാളെ രാവിലെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തേണ്ടി വരും. ഇന്ന് തന്നെ നാളെ 3 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാകും എന്ന അറിയിപ്പ് ലഭിച്ച സ്ഥിതിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നടക്കുന്ന പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും നാളെ 3 മണിക്ക് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. 7 ഘട്ടങ്ങളായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടത്തുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും 7 ഘട്ടമായി തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രത്യേകിച്ച് ഒറ്റഘട്ടമായി രാജ്യത്ത് നടത്താനുള്ള സംവിധാനത്തിന്റെ പരിമിതികളുണ്ട്. രാജ്യത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. പലപ്പോഴും പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് റെഡ് കോറിഡോർ എന്ന തമിഴ്നാടിന്റെ ഒരു അതിർത്തി മുതൽ ഛത്തീസ്ഗഡ് മുതൽ അങ്ങ് ബീഹാർ വരെ നീളുന്ന റെഡ് കോറിഡോറിലൊക്കെ പല ഘട്ടങ്ങളായി മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയൂ. പലതരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളും അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനത്തിന്റെ വലിയ തോതിലുള്ള വിന്യാസവും ഒക്കെ ആവശ്യമായ മണ്ഡലങ്ങൾ നിരവധി ഇന്ത്യയിലുണ്ട്. പലതരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ സുരക്ഷാ സേനയെ വിന്യസിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുരക്ഷാ സേനയുടെ വിന്യാസം കൂടി കണക്കിലെടുത്താണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൽ ഇക്കുറിയും ഒറ്റഘട്ടമായി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണയും കേരളത്തിൽ അങ്ങനെയായിരുന്നു. കേരളത്തിൽ അങ്ങനെ സുരക്ഷാ സേനയുടെ വലിയ വിന്യാസം വേണ്ട സ്ഥലമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള പ്രത്യേക സവിശേഷമായ സുരക്ഷ വേണ്ട മണ്ഡലങ്ങളൊന്നുമല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. എന്നാൽ തമിഴ്നാടിന്റെ ചില സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലും ഒന്നും അങ്ങനെയല്ല. അവിടെയൊക്കെ കൂടുതൽ സുരക്ഷാ വിന്യാസം ആവശ്യമായി വരും. അതുകൊണ്ട് ഈ സുരക്ഷാ വിന്യാസത്തിന്റെ ട്രൂപ്പുകളുടെ യാത്രാ സൗകര്യം കൂടി അല്ലെങ്കിൽ ട്രൂപ്പുകൾക്ക് അവിടെ കേന്ദ്രീകരിക്കാനും അവിടെ സുരക്ഷ ഒരുക്കാനുമുള്ള സമയം ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുന്നത്. അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എങ്ങനെ ട്രൂപ്പുകൾക്ക് സഞ്ചരിക്കാം, അവർക്ക് അവിടെ എങ്ങനെ താമസ സൗകര്യം ഒരുക്കാം, അവർ ആ സുരക്ഷ ഒരുക്കാൻ എത്ര ദിവസം എടുക്കും, ഇതുകൂടി പരിഗണിച്ചാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക. 7 ഘട്ടങ്ങളായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് പ്രധാനമായും ഇപ്പോഴത്തെ ഒരു സൂചനകളൊക്കെ അനുസരിച്ചാണെങ്കിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള ദിവസങ്ങളിൽ അങ്ങനെ 7 ഘട്ടമായി നടത്താനുള്ള സാധ്യതയാണ്. എന്തായാലും ആദ്യഘട്ടം ഏപ്രിൽ 2ാം വാരം ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്, അല്ലേ? ആര്യ, നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും ഇത്തരം നമ്മുടെ പ്രവചനങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ഇതുവരെയുള്ള പതിവ് തെറ്റിച്ചുകൊണ്ടാണ് തലേ ദിവസം തന്നെ നാളെ പ്രഖ്യാപിക്കുമെന്നുള്ള അറിയിപ്പ് നൽകുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ അറിയിപ്പ് നൽകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ പിന്നീട് സമയത്തിന് വ്യത്യാസമൊന്നുമില്ല. എപ്പോൾ പ്രഖ്യാപിക്കുന്നു ആ മിനിറ്റ് മുതൽ അല്ലെങ്കിൽ ആ സെക്കൻഡ് മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം രാജ്യത്ത് നിലവിൽ വരികയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ അടിയന്തരമായി ഒരു സംസ്ഥാനത്തിനോ രാജ്യത്തിനോ മുന്നോട്ട് പോകേണ്ട വിഷയങ്ങളിലല്ലാതെ മറ്റ് ജനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന, വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിലും തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ ആ പണം അലോട്ട് ചെയ്യാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ വന്നാൽ ഏകദേശം സർക്കാർ ദൈനംദിന പ്രവർത്തനങ്ങൾ അടിയന്തരമായി വരുന്ന സാഹചര്യത്തിൽ തീരുമാനിക്കേണ്ട വിഷയങ്ങൾ, ഇതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളിലൊന്നും തന്നെ തീരുമാനമെടുക്കാൻ കഴിയില്ല. സർക്കാരുകൾക്ക് വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വാഗ്ദാനങ്ങൾ അതിന് സംസ്ഥാന സർക്കാരിനായാലും കേന്ദ്ര സർക്കാരിനായാലും ഒന്നും നൽകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി സാധാരണഗതിയിൽ അറിയിക്കാറില്ല. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല, മുൻകൂട്ടി ഒരു അറിയിപ്പ് കൂടി നൽകുന്ന മട്ടിലായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സവിശേഷത കൂടിയുണ്ട്. ഇന്ന് വരെയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 2 അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. സാധാരണ 2 അംഗങ്ങളും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ളതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രീതി. ഇന്നലെയാണ് യോഗം ചേർന്നുകൊണ്ട് 3 അംഗ സമിതി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നുകൊണ്ട് 2 കമ്മീഷണർമാരെ തീരുമാനിച്ചത്. കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ ജ്ഞാനേഷ് കുമാറും പഞ്ചാബ് കേഡർ IAS ഉദ്യോഗസ്ഥൻ സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് ഇവരെ 2പേരെയും തീരുമാനിച്ചത്. ഇത് അതിലെ അംഗമായ 3ാമത്തെ അംഗം പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരിയാണ്, കോൺഗ്രസിന്റെ നേതാവ്. അധീർ രഞ്ജൻ ചൗധരി ഈ പേരുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തി. പ്രത്യേകിച്ച് ജ്ഞാനേഷ് കുമാറിന്റെ പേരിനോടടക്കം വിയോജിപ്പ് രേഖപ്പെടുത്തി. അദ്ദേഹം സർക്കാരിന്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അയോധ്യയിലെ ട്രസ്റ്റ് രൂപീകരണത്തിലടക്കം അല്ലെങ്കിൽ കാശ്മീരിലെ 370
370 ആർട്ടിക്കിൾ റദ്ദാക്കുന്നതിലടക്കമുള്ള സുപ്രധാന തീരുമാനമെടുത്ത ആളാണെന്നടക്കം കോൺഗ്രസിന് എതിർപ്പുള്ളതുകൊണ്ട് പക്ഷേ ആ തീരുമാനം ഭൂരിപക്ഷ 2 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൽ അത് അംഗീകരിക്കപ്പെടുകയും ഇന്ന് അവർ പ്രത്യേകമായി യോഗം ചേരുകയും ചെയ്യുകയാണ്. നാളെ 3 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. എന്തായാലും പുതിയ 2 അംഗങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിനും മറ്റുമുള്ള വിഷയങ്ങളിലെല്ലാം തീരുമാനം എടുത്തിരുന്നു. പൂർണ്ണമായും ധാരണയിലെത്തിയിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഇന്ന് ചുമതലയേൽക്കുന്ന അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഈ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. രാജ്യം ഔദ്യോഗികമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കടക്കും എന്നുള്ളത് കൂടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം മിക്ക സംസ്ഥാനങ്ങളും ആരംഭിച്ചെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കം പലയിടത്തും പൂർത്തിയായെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്കും ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് രാജ്യം കടന്നിരുന്നില്ല. എന്തായാലും നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി രാജ്യം ഔദ്യോഗികമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. 7 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമായ സൂചനകൾ. കേരളത്തിൽ ഏത് ഘട്ടത്തിലാണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. കേരളത്തിൽ കഴിഞ്ഞ തവണ 3ാം ഘട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ഇത്തവണയും എന്തായാലും കേരളം അവസാനത്തേക്ക് പോകില്ല എന്നതാണ് പ്രതീക്ഷ. കാരണം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെ വലിയ തോതിൽ സുരക്ഷ ഒരുക്കേണ്ട ഒരു സംസ്ഥാനമല്ല. അത്തരം സൗകര്യങ്ങൾ മാത്രം നോക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെങ്കിൽ അത് ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പൊളിറ്റിക്കലായി മറ്റു ചില അഭ്യൂഹങ്ങൾ കൂടി പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ അടക്കം BJPക്ക് കാര്യമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞിരുന്നില്ല. ദക്ഷിണേന്ത്യയിൽ ആകെയുള്ള 130 സീറ്റുകളിൽ 30 സീറ്റുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അതിൽ തന്നെ 26 സീറ്റുകളും കർണാടകയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സമയം കേന്ദ്രീകരിക്കാൻ വേണ്ടി ദക്ഷിണേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ അവസാന ഘട്ടത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന മട്ടിലും ചില രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഇതിലൊന്നും സ്ഥിരീകരണമുള്ളതല്ല. അത്തരം ചില അഭ്യൂഹങ്ങൾ കൂടി പ്രചരിച്ചിരുന്നു. എന്തായാലും നാളെ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി അറിയാം കേരളത്തിൽ ഏത് ദിവസമാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയെന്ന്. ഒറ്റഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. 7 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാളെ വൈകുന്നേരം 3 മണിക്ക് ഇന്ത്യ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. യെസ്, കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും രാജ്യം ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മുന്നിൽ കാണേണ്ടത്, അതായത് ഇനിയിപ്പോൾ നാളെ 3 മണി വരെ അതിനുശേഷം ഈ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇന്ധനവിലയിൽ ഉണ്ടായ 2 രൂപയുടെ കുറവ്. അത്തരത്തിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നടപടികൾ, തീരുമാനങ്ങളൊക്കെ ഇനി നമുക്ക് മുന്നിലുള്ള ആ ഒരു ചെറിയ ഇടവേളയിൽ, ആ ഒരു സമയത്തിനുള്ളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണേണ്ടതുണ്ടല്ലേ? ആര്യ, ഇനിയുള്ള സമയത്ത് എന്തും ഉണ്ടാവാം. നമുക്ക് ഒരു പ്രവചിക്കാൻ കഴിയില്ല. ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ വേണമെങ്കിലും ഉണ്ടാവാം. എന്തായാലും ഇന്നലെ തന്നെ ഈ 2 രൂപ പെട്രോളിനും ഡീസലിനും 2 വർഷത്തിന് ശേഷം കുറയ്ക്കുന്നു പറയുമ്പോൾ തന്നെ അത് കുറച്ച പൈസ എത്ര കുറവാണെങ്കിലും അത് തെരഞ്ഞെടുപ്പ് ഉടനെ പ്രഖ്യാപനം വരുന്നു എന്നുള്ളൊരു സൂചന കൂടിയായിരുന്നു നൽകിയിരുന്നത്. സാധാരണ ജനങ്ങളടക്കം ഇന്ന് അതിനെ പ്രതികരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ പോവുകയാണ്, അതുകൊണ്ടാണ് 2 രൂപ കുറച്ചത്. അത്തരമൊരു സൂചന. അത്തരം പ്രഖ്യാപനങ്ങൾ ചിലപ്പോൾ, അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ, ആളുകൾ പലപ്പോഴും വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെങ്കിലും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ കുറെ കൂടി വലിയ കുറവുണ്ടാവുമെന്നൊക്കെ സാധാരണഗതിയിൽ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 2 രൂപ മാത്രമാണ് കുറച്ചത്. അത്തരം ഇനിയും വലിയ പ്രഖ്യാപനങ്ങൾ ഈ ദിവസങ്ങൾ, ഇനി മണിക്കൂറുകളുണ്ട്. എന്തായാലും വരാൻ പോകുന്നത് ഇനി 24 മണിക്കൂറുകൾ, 24 കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ 26 മണിക്കൂറുകൾ ഇനി സർക്കാരിന് മുന്നിലുണ്ട്. ഈ 26 മണിക്കൂറിനുള്ളിൽ ഏത് പ്രഖ്യാപനം വേണമെങ്കിലും സർക്കാർ നടത്താം. അതിന് യാതൊരുവിധ തടസ്സവുമില്ല, നിയമപരമായ യാതൊരു തടസ്സവുമില്ല. എന്തായാലും അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അത് സംസ്ഥാന സർക്കാരുകളായാലും കേന്ദ്ര സർക്കാരുകളായാലും വോട്ട് ലക്ഷ്യമിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്താറുണ്ട്. അതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു പെട്രോൾ ഡീസൽ വിലയിൽ 2 രൂപ കുറച്ചത്. അത് 2 രൂപ മാത്രമാണ് കുറച്ചത്. അതിൽ കൂടുതൽ ഒക്കെ ജനം സ്വാഭാവികമായും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. എന്തായാലും വലിയ പ്രഖ്യാപനങ്ങൾ ഇനി ഉണ്ടാവുമോ, അതോ സാധാരണ ഈ മട്ടിലുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. എന്തായാലും അടുത്ത ഈ മോദിയുടെ പ്രസംഗം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്, അല്പസമയത്തിനുള്ളിൽ അരമണിക്കൂറിന് ശേഷം നടക്കേണ്ട പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പ്രസംഗത്തിൽ ഏതെങ്കിലും രാജ്യത്തെ ആകെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് രംഗമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏത് തരത്തിലും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നിലപാടുകളും തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളും എടുക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പ്രത്യേകിച്ച് കേരളത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രിയുടെ, എനിക്ക് തോന്നുന്നു നാളെ ഇനി ഏതെങ്കിലും രാവിലെ ചടങ്ങുണ്ടോ എന്ന് നമുക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ ചിലപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളാൻ കഴിയില്ല. എന്തായാലും നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി ഇന്ത്യ എന്ന മഹാരാജ്യം അതിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായ പ്രക്രിയയിലേക്ക് കടക്കുകയാണ്.